കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ജീവിപ്പിക്കുന്നതായ കർത്താവിൻ്റെ വചനം നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും അപ്പാടെ മാറ്റുവാൻ ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനത്തിന് മുമ്പിലായിരിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നതോർത്ത് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എനിക്ക് നിങ്ങളോട് ഒന്നേ ഓർപ്പിക്കാനുള്ളൂ, നമ്മൾ നിരാശയിൽ കിടക്കേണ്ട ആവശ്യമില്ല, ഈ തകർച്ചയിൽ കിടക്കേണ്ട ആവശ്യമില്ല. ഒരു രക്ഷകൻ നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറയുമ്പോൾ 19 വർഷം മുമ്പ് ഈ ലോകത്തിൽ എന്നേക്കുമായി മാറ്റപ്പെടേണ്ട വ്യക്തിയാണ് ഞാനും എൻ്റെ കുടുംബവും. ജനിച്ച കുഞ്ഞ് 2 കണ്ണും കാണാതെയാണ് ജനിച്ചത്. ഇനി കാഴ്ച കിട്ടത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആകെ തകർന്ന് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ ചില ദിവസങ്ങൾ ഞങ്ങൾ വീട്ടിലിരുന്നു. എന്നാൽ യേശു കർത്താവ് ഞങ്ങളുടെ അവസ്ഥകളെ മാറ്റി. കുഞ്ഞിൻ്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഇന്നും ഈ ലോകത്തിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുക. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കർത്താവിന് വിടുവിക്കാൻ പറ്റാത്ത ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിലില്ല. യേശു കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ സകല വിഷയത്തിനും, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ അനുഭവിക്കുന്ന സകല വിഷയത്തിനും വിടുതൽ ആ മരണ പുനരുദ്ധാനം മുഖാന്തരം നമുക്ക് ലഭിച്ചിരിക്കുക. ഇന്നലെ നമ്മൾ പൊൻകുന്നത്ത് നടന്ന മീറ്റിങ്ങിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്നലെ കേട്ടത്. അതിൻ്റെ ലാസ്റ്റ് ആ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ പ്രവേശിക്കുക. ഇന്ന് കേൾക്കുന്ന ഈ വചനവും നിങ്ങളുടെ ജീവിതത്തിന് വലിയ മാറ്റമായി തീരുവാൻ ഇടയാകട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവ് ഒരു മകൻ ഒരുവൻ മനം തിരിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നാൽ അവൻ മുഖേന പൂർണ്ണ വിടുതലുണ്ടാവും. യാതൊരു കുഴപ്പമില്ല, ഒരു വേദനയില്ല. മാതിരി കടലാസ് പോലെ കാലിന്റെ വെയിറ്റുള്ളൂ. കൈ വീശിയപ്പോ നല്ലപോലെ കാണാം, നല്ലൊരു സുഖം തോന്നുന്നു. അവിടെ വേദന ഇപ്പൊ ഇല്ല, നല്ലപോലെ കാണാം. ഇപ്പം പാപത്തിന്റെ കൂരിരുട്ട് മുഴുവൻ പോയിട്ട് ആ ഇരുട്ടിനകത്ത് യേശുവിന്റെ ദിവ്യ വെളിച്ചം വരുമ്പോൾ നിന്റെ ഭവനത്തിൽ നോടിപ്പോകും. മുമ്പ് ഞാൻ പറഞ്ഞ സൗഖ്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണാനൊക്കില്ല. എന്നാൽ പാപം മോചിച്ചു, നിത്യജീവൻ കിട്ടി, മനസ്സിന് വിടുതൽ കിട്ടി, ഇതൊന്നും നമുക്ക് കാണാൻ മേല. പക്ഷേ കാണാവുന്ന സൗഖ്യങ്ങൾ കർത്താവ് ചെയ്യും. യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി ഈ സുവിശേഷം പറയണം. ഈ സുവിശേഷം എവിടെ പറയുമോ ഞാൻ അവിടെ ഉണ്ടായിരിക്കും. ഇന്ന് പൊൻകുന്നത്ത് ഈ ഹോളിൽ ഈ വചനം പറയുന്നത് കൊണ്ട് ആ വചനം നിവർത്തിപ്പാനായി അവൻ ആ വചനത്തിന്മേൽ ഇറങ്ങി ആവസിക്കുകയാണ്. ഈ വചനത്തിന്മേൽ തോമസ് ഊട്ടി ബ്രദർ പറഞ്ഞാലും ഇവിടെ ഇരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞെഴുന്നേറ്റ് പറഞ്ഞാലും അവിടുത്തെ തിരുവചനത്തിന്മേൽ അവിടെ നിന്ന് ഇറങ്ങി ആവസിക്കും. വചനമാകുന്ന പല്ലക്കിന്മേൽ, വചനമാകുന്ന രഥത്തിന്മേൽ നമ്മുടെ കർത്താവ് ഇന്ന് പകൽ ഈ ഓഡിറ്റോറിയത്തിൽ ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. ഹൃദയങ്ങളെ മുറികെട്ടും, പാപച്ചങ്ങലകൾ അഴിച്ചു മാറ്റും, മറ്റെല്ലാ വിടുതലുകളും തരും. വലിയൊരു എക്സ്ചേഞ്ച് ഓഫറുമായി കർത്താവ് വന്നിട്ടുണ്ട്. എന്നാൽ കാണത്തക്കമുള്ള വിടുതലുകൾ കർത്താവ് ചെയ്യും. ഉയർത്തെഴുന്നേറ്റ് യേശു പറഞ്ഞു, ഈ വചനം ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകലരോടും പറയണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അവൻ്റെ ആത്മാവിൻ്റെ ആ മോക്ഷം അവന് ലഭിക്കും, രക്ഷ അവന് കിട്ടും, നരകം മാറി സ്വർഗം കിട്ടും. പറഞ്ഞാട്ടെ, ക്രൂശിൽ നടന്ന മറ്റൊരു എക്സ്ചേഞ്ച് ഓഫറാണ് നരകം, മരണം യേശു ഏറ്റെടുത്തു, ജീവൻ നിനക്ക് തരികയാണ്.
ഇന്നിത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. ഇന്നത് അംഗീകരിച്ച് ഏറ്റുപറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നരകത്തിൽ നീ വീഴത്തില്ല. നരകക്കുഴിയിൽ വീഴേണ്ടത് നിന്നെ. ഇതിൻ്റെ യാതന പാതാളത്തിലേക്ക് യേശു ഇറങ്ങിച്ചെന്നിട്ട് പാതാളത്തിൽ കിടക്കേണ്ട നിന്നെ ഉയർത്തിയെടുത്ത് സ്വർഗമണ്ഡലത്തിലാക്കിയെങ്കിൽ ആ എക്സ്ചേഞ്ചിനായി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഗലാത്യ ലേഖനം 3 പറയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന വചനം നിവർത്തിക്കപ്പെടുവാൻ അവൻ നമ്മുടെ ശാപം അവിടെ ഏറ്റെടുത്തു. തോമസ് ഊട്ടിബറിന്റെ ഭവനം ഒരു ശാപഭവനമായിരുന്നു. എന്നാൽ ഇന്ന് എൻ്റെ ഭവനം അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കിൻ്റെ വീടാ. കാരണം ക്രൂശിൽ യേശു ശാപം ഏറ്റെടുത്തത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാനും ഒരു കാര്യം ചെയ്യണം. ഇനി ശാപത്തിലിരിക്കാൻ എനിക്ക് മനസ്സില്ല, ഇനി പിതാക്കന്മാരുടെ ശാപം ചുമക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് അതിനെ ക്രൂശിലേക്ക് വിശ്വാസത്താൽ ഇട്ടുകൊണ്ട് എഴുന്നേറ്റ് നടന്നപ്പോൾ കുടുംബത്തിനകത്ത് തലമുറകളായി കെട്ടിക്കിടന്ന കെട്ടുകൾ ഒന്നൊന്നായി ഗുഡ് ബൈ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ നിൽക്കാൻ മേല, വെളിച്ചത്തിൽ നിൽക്കാൻ മേല എന്ന് പറഞ്ഞ് ഓടിപ്പോയെങ്കിൽ ദൈവത്തിൻ്റെ പൈതല്, ഇന്ന് നീ ഇവിടുന്ന് പോകാൻ പോകുന്നത് ഒരു മഹത്വം നിന്റെ തലയിൽ ഉണ്ടായിരിക്കും, ഒരു തേജസ് നിന്റെ മേലുണ്ടായിരിക്കും. വന്നയാളല്ല ഭവനത്തിലേക്ക് ചെല്ലുവാൻ പോകുന്നത്. നിന്നെ കാണുമ്പോൾ തന്നെ സാത്താന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. ഓ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും ഈ സദ്വർത്തമാനം എല്ലാവരും അറിയട്ടെ. യേശു പറഞ്ഞു, ഈ സദ്വർത്തമാനം എല്ലാവർക്കുമുള്ളത് എല്ലാവരോടും പറ. എല്ലാവരും അറിയട്ടെ പാപമോചനം നടന്നെന്ന്. എല്ലാവരും അറിയട്ടെ ഇനി ജെറുസലേമിക്ക് ആടും കാളയും നേർച്ചയും വഴിപാടുമായി പോകേണ്ട ആവശ്യമില്ലെന്ന്. എല്ലാവരും അറിയട്ടെ സാത്താൻ അവരെ ഇനിയും പിടിക്കാൻ ഒരു പരിപാടിയും നടക്കത്തില്ല. ഞാൻ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തെന്ന് എല്ലാവരും അറിയട്ടെ. ഈ നല്ല വാർത്ത, നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലെന്നുള്ള നല്ല വാർത്ത എല്ലാവരോടും പറ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും. എല്ലാ മനുഷ്യരും ശിക്ഷാവിധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വാസത്താൽ ആ ശിക്ഷാവിധിയുടെ ട്രാക്കിൽ നിന്ന് ജീവന്റെ ട്രാക്കിലേക്ക് കയറുവാൻ, ആ ട്രെയിൻ മാറി കയറുന്ന പോലെ യേശുവിനെ സ്വീകരിച്ചാൽ പാരലായിട്ട് 2 ട്രാക്ക് മനുഷ്യരുടെ ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിത്യജീവന്റെ ട്രാക്ക്, നാശത്തിന്റെ ട്രാക്ക്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ, മാനവജാതി മുഴുവൻ ആ നാശത്തിന്റെ ട്രാക്കിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കുന്ന നിമിഷം ട്രാക്ക് മാറി ജീവന്റെ ട്രാക്കിലേക്ക് പോകാൻ കർത്താവ് ഇടയാക്കുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ശാപം മാറിയത് ഒരു ദിവസം കൊണ്ട് കാണാനൊക്കത്തില്ല, പക്ഷെ കാണാവുന്ന അടയാളങ്ങൾ നടക്കും. രോഗികളുടെ മേൽ എൻ്റെ നാമത്തിൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. എൻ്റെ നാമത്തിൽ ദുരാത്മാക്കൾ വിട്ടുമാറാൻ പറയുമ്പോൾ അവ ഇറങ്ങി നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോവും. ഈ അടയാളങ്ങൾ കാണുമ്പോൾ ഓർത്തോണം, കാൽവറിയിൽ നടന്ന മുഴുവൻ കാര്യങ്ങളും നിനക്കുള്ളതാണ്. ആ യേശു ഇന്ന് പകലും ഇവിടെ വന്നിട്ടുണ്ട്. ആ വന്നിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്ന മക്കളിൽ ഇപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ കാണാൻ പോകുകയാണ്. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത വ്യക്തി വിശ്വസിക്കാമോ? അല്ലെ, 1 കണ്ണിനായിരിക്കാം കാഴ്ച നഷ്ടപ്പെട്ട വ്യക്തി ഈ വചനം സത്യമെന്ന് വിശ്വസിക്കാമോ? കാൽവറിയിൽ നടന്ന വിടുതൽ എൻ്റേതാണ് എന്ന് ഓരോരുത്തരും വിശ്വസിച്ച് ഇന്ന് ഏറ്റെടുത്താൽ മതി. ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മീറ്റിങ്ങിന് പോകുന്നത്. പക്ഷേ ആ സദ്വർത്തമാനം കേട്ടില്ലേ? നീയും അതിന് ഓഹരിക്കാരനാണ്. നമ്മുടെ വിചാരം ഏതോ പള്ളി പോകുന്നവർക്ക് ഇതുള്ളൂ. നോ. നമ്മുടെ വിചാരം ഏതോ പാസ്റ്റർക്കോ അച്ഛനോ ഇതുള്ളൂ. നോ. എല്ലാവർക്കും ഉള്ളതാണിത്. അതിന് ജാതി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, പ്രായ വ്യത്യാസമില്ല, ലിംഗഭേദമില്ല. ആരും ഏവനും വിശ്വസിക്കുന്ന ഏവർക്കും. ഇന്ന് ആദ്യമായിട്ട് കേട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണോ, നിനക്കും ഇത് ബാധകമാണ്. ഒന്ന് വിശ്വസിച്ചേറ്റെടുക്കുന്ന നിമിഷം വിശ്വാസത്തിൻ്റെ അടയാളങ്ങളും കൂടെ സംഭവിക്കും. വിശ്വസിച്ചുകൊണ്ട് ഇന്ന് കൈവെക്കുമ്പോൾ രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. കാണാത്ത കണ്ണുകൾ തുറക്കും, കേൾക്കാത്ത ചെവികൾ തുറക്കും, വളഞ്ഞ അസ്ഥികൾ നിവർന്നു വരും, മുഴകൾ അപ്രത്യക്ഷമാകും, ക്യാൻസറുകൾ സൗഖ്യമാകും. അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ടോളാൻ പറഞ്ഞു. അങ്ങനെ പത്രോസും യോഹന്നാനും ഒക്കെ പുറപ്പെട്ടു ചെന്നപ്പോൾ ഇതാ മുടന്തനായി നടക്കാൻ കഴിയാത്തൊരു മനുഷ്യനിരിക്കുന്നു. അവനോട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നടക്ക. വായിക്കുന്നു, അവൻ്റെ ഉള്ളിൽ വലിയ വിശ്വാസമുണ്ടായി.
വർഷങ്ങളായി വല്ലോരും കൊണ്ട് ഇരുത്തിയാൽ ചാടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഇന്ന് വല്ലവരും എന്നെ നടത്തട്ടെ എന്ന് കരുതി ഇരിക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നിന്റെ അവകാശമാണ്. അയ്യോ, എന്നെ ആരെങ്കിലും സൗഖ്യമാക്കണമെന്നല്ല. അല്ല, ക്രൂശിൽ യേശു തന്ന സൗഖ്യം ഞാൻ പിടിച്ചെടുക്കുകയാണ്. രോഗമേ, നിനക്കെൻ്റെ മേൽ അധികാരമില്ല. ക്യാൻസറെ, നിനക്കെൻ്റെ മേൽ അധികാരമില്ല. ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ മക്കൾ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പിടിച്ചെടുക്കേണ്ട സമയമാണ്. എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ദൈവസ്ഥനെ എഴുന്നേറ്റ് നിന്നാട്ടെ. അടയാളങ്ങളാൽ ഇന്ന് പറഞ്ഞ വചനങ്ങളെ കർത്താവ് ഉറപ്പിക്കാൻ പോകുന്നതിനായി എല്ലാവരും കർത്താവിനെ സ്തുതിക്കുക. ആരും മൗനമായിരിക്കരുത്. ഈ സഹോദരിയുടെ 32 വർഷം മുമ്പ് ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടതാണ്. ഏത് ചെവിയുടെ? 2 ചെവിക്കും ഉണ്ടോ? ചെവിക്കും ഉണ്ടായിരുന്നു, 2 ചെവിക്കും ഉണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് ടൂർ പോയപ്പം പിന്നെ വെള്ളത്തിൽ കയറിയും മുങ്ങിയും താഴുകയും ചെയ്തു. അപ്പോൾ ചെവി കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആശുപത്രിയിൽ ചെന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെവിക്ക് കേൾവിയില്ല. എല്ലാവരും എന്നെ പരിഹസിക്കുമായിരുന്നു. അന്ന് കർത്താവ് എനിക്കിപ്പോൾ വിടുതൽ തന്നു. ഇനി കയറി വന്ന് എന്നാൽ സ്റ്റേജിലൊന്ന് കയറിയിട്ട് പോയാൽ മതി. എല്ലാവരും പരിഹസിച്ച ആളെ കർത്താവ് ഒന്ന് മാനിക്കട്ടെ. ചൊവ്വേ ഖാരം ഒന്ന് അടിച്ച് വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കാം. ചെവി കേൾക്കാൻ മേലെന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുവായിരുന്നു. ചെവി കേൾക്കുകയെന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുമായിരുന്നു. ചെവിക്ക് അന്നേരം ഇങ്ങനെ ആശുപത്രി കൊണ്ട് ക്ലീൻ ചെയ്തപ്പോഴത്തേന് ചെവിക്കകത്ത് ഇങ്ങനെ വെള്ളം പോലെ വന്നപ്പോൾ ചെവി രണ്ടും കേൾക്കത്തില്ല. ആരും ഇത്ര അടുത്തു എന്ന് പറഞ്ഞാൽ പോലും കേൾക്കത്തില്ല. ഇപ്പം ചെവിക്ക് കേൾവി ഇപ്പത്തേനും സൗഖ്യമാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു അമ്മച്ചിയെ വിട്ടു. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി എൻ്റെ ചെവിയിലോട്ട് കൈ വെച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ തലേന്ന് ഇതാണ്ട് പോലെ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ദൈവം എനിക്ക് പൂർണ്ണമാവും സൗഖ്യം തന്നു. നല്ലപോലെ കേൾക്കാവോ? നല്ലവണ്ണം കേൾക്കാം. കേൾക്കാം, പറയുന്ന കേൾക്കാം. കേൾക്കാം, നല്ലവണ്ണം കേൾക്കാം. ഇത് കാണുമ്പോൾ അടയാളമാണ്. യേശു ജീവിക്കുന്നെന്നുള്ളതിൻ്റെ അടയാളം. ഇത്രയും നേരം കേട്ട ദൈവവചന സത്യമാണെന്നുള്ളതിൻ്റെ അടയാളം. യേശു മാനവജാതിയുടെ രക്ഷകനാണെന്നുള്ളതിൻ്റെ അടയാളമാണ് ഈ ചെവി കേട്ടത്. യേശു വേഗം വരാൻ പോവാണ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്, പാപമോചനമുണ്ട്. അതിൻ്റെ അടയാളമായി സൗഖ്യം. ഈ സഹോദരിക്ക് നടുവേദനയായിട്ട് ഹോസ്പിറ്റലായ 3 മാസം ബെൽറ്റിട്ട് കിടന്നു. അതിനുശേഷം ഇപ്പം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഒരു ഷാള് നടുവേൽ കെട്ടി ഒരു ബലം കൊടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെയാണോ ചെയ്യുന്നത്? വെരിക്കോസിൻ്റെ ഈ ഇത് വന്ന് എനിക്ക് കാല് ഓപ്പറേഷൻ ചെയ്തതായിരുന്നു. നടുവിന് 3 മാസം ഞാൻ ബെൽറ്റ് ഇട്ട് കിടന്നതായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് പണി ചെയ്താലും ഷാള് നടുവിന് കെട്ടിക്കൊണ്ട് ചെയ്യത്തുള്ളൂ. നടുവിന് ബലമില്ലായിരുന്നു. ഇനി ഞാൻ അതൊന്നും കെട്ടാതെ കാലിൽ ഉറയിടാതെയാണ് ഞാൻ വന്നത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എന്തോ മാറിപ്പോകുന്ന പോലെ തോന്നി. കാലിനൊരു മരവിപ്പം പോലെ. ഈ കാല് നിലത്ത് കൊടുക്കണമെന്ന് അറിയത്തില്ല. കാല് മരച്ചിരിക്കുക. കാല് തൊട്ടാ അറിയത്തില്ലായിരുന്നു. ഇപ്പോഴോ? ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കാലിന് ഒരു പഞ്ഞി പോലെ, പഞ്ഞി പോലായി, വേറൊരാളുടെ കടലാസ് പോലായി. സ്പർശനശേഷി മടക്കി കെട്ടി കർത്താവ് സൗഖ്യമാക്കി. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഈ അമ്മച്ചിക്ക് 4 ഓപ്പറേഷൻ വയറിന് പല കാര്യത്തിൽ ചെയ്തതാണ്. ഇപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ വലിപ്പത്തിൽ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഇത് ഓപ്പറേഷൻ 4 ഓപ്പറേഷൻ കഴിഞ്ഞതല്ലേ, ഇപ്പം ആ മുഴ പൂർണ്ണമായും കർത്താവ് എടുത്ത് മാറ്റി. ചുരുങ്ങി. ഇവിടെ ഒരു സഹോദരിയെ ഞാൻ കാണിച്ചു. ഓറഞ്ചിൻ്റെ വലിപ്പം ഉണ്ടായിരുന്നു. അത് നോക്കാൻ പറഞ്ഞു. ഇല്ല, അത് ഒരു മുന്തിരിങ്ങയുടെ വലിപ്പമേ ഉള്ളൂ, അത് ചുരുങ്ങിപ്പോയല്ലോ അമ്മ എന്ന് പറഞ്ഞു. ഓറഞ്ചിന്റെ വലിപ്പം മുന്തിരിങ്ങയുടെ വലിപ്പമായിട്ട് ബലൂൺ ചുരുങ്ങുന്ന പോലെ ചുരുങ്ങി. ബലൂൺ ചുരുങ്ങുന്ന പോലെ ചുരുങ്ങി. ശരീരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? അതിങ്ങനെ വട്ടം കറങ്ങുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ അമ്മക്ക് പിടിച്ചു. വല്ല ഗ്യാസ് പ്രാർത്ഥനാ സമയത്ത്. അതെ. ഇങ്ങനെ ഒരു
ഇങ്ങനെ ഒരു വട്ടം കറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കൈകൊണ്ട് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് അവിടെ ഇരുന്നു. അത് ബെൽറ്റ് കെട്ടുന്നതായിരുന്നു, ഇന്ന് ബെൽറ്റ് കെട്ടിയില്ല. അങ്ങനെയാണ് വന്നത്. ഇപ്പം നോക്കിയപ്പോൾ അത് ചുരുങ്ങിപ്പോയി. താങ്ക് യു ജീസസ്. ഒരു അത്ഭുത സാക്ഷ്യമാണ് ഈ അമ്മച്ചി പറഞ്ഞത്. അമ്മച്ചിയുടെ തലയിൽ വെള്ളം കെട്ടുന്ന ഒരനുഭവമുണ്ട്. ഷുഗർ, പ്രഷർ, ഡയബറ്റീസ് എല്ലാം ഉണ്ട്. പക്ഷേ ഈ അമ്മച്ചി പറഞ്ഞത് എനിക്ക് ഈ ശബ്ദ തരംഗങ്ങൾ കേൾക്കാൻ പറ്റത്തില്ല, ഏതാണ്ട് വലിയൊരു ഭാരം പോലെ വന്നിരിക്കുകയാണ് ശബ്ദം കേൾക്കുമ്പോൾ. തലയ്ക്കകത്തൂടെ കല്ലുരുളുക. ശബ്ദം കേൾക്കുമ്പോഴും പെയിൻ ഇളകുമ്പോഴും തലയ്ക്കകത്തൂടെ കരിങ്കല്ല് ഉരുളുന്ന പോലെ ഒരു വിഷമമായിരുന്നു. പിള്ളേർ ഫോൺ എടുക്കുന്നത് പോലും, കൊച്ചുങ്ങൾ ഇച്ചിരി പ്രശ്നക്കാരായതുകൊണ്ട് ആ ഒച്ചയോ ടി വിയുടെ ഒച്ചയോ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എത്ര നാളായതുകൊണ്ട്? 15 വർഷമായി ഞാൻ കിടന്ന് അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ അടിയുറച്ച് വിശ്വസിച്ച്, യേശുവിൽ വിശ്വസിച്ച്, ഇവിടുത്തെ പ്രാർത്ഥനയിൽ വിശ്വസിച്ച് ഞാൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് അടിക്കുന്ന പോലെ എൻ്റെ ശരീരത്തൂടെ, അതായത് ഒരു തീജ്വാല ഇങ്ങോട്ട് എൻ്റെ അടുത്തോട്ട് വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ട് കറണ്ട് എൻ്റെ ശരീരത്ത് പിടിപ്പിച്ചു. അപ്പോൾ എനിക്ക് ഹാർട്ടിനൊക്കെ പ്രശ്നമുള്ള, ECGയിലൊക്കെ കംപ്ലൈൻ്റ് ഉള്ളതാണ്. ഇവിടം തൊട്ട് തല തൊട്ടങ്ങോട്ട് എനിക്ക്, അപ്പോൾ എന്നെ കർത്താവ് തന്നെ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കിച്ച് കഴിഞ്ഞ് ഞാൻ നെഞ്ചോട് ഇങ്ങനെ ഞെക്കിപ്പിടിച്ച് കഴിഞ്ഞ് കറണ്ട് എൻ്റെ ശരീരത്തൂടെ ഇടിവെട്ടുവാന്നാണ് ഞാൻ ഓർത്തത്. പിന്നെ ഞാൻ ഇങ്ങനെ അടങ്ങി 3-4 പ്രാവശ്യം പുറകിലിരുന്ന് എനിക്ക് സംഭവിച്ച ഉടനെ എനിക്ക് ദാഹിച്ചു. വെള്ളത്തിന് ദിക്കും പൊക്കും നോക്കിയിട്ട് രക്ഷയില്ല. ഞാൻ പിന്നെ പോയി പൈപ്പ് വെള്ളം എടുത്ത് കുടിച്ചേച്ച് ഞാൻ കസേര കയറി യേശുവിനെ സ്തുതിച്ചു. എൻ്റെ കർത്താവ് എൻ്റെ തലയ്ക്കകത്തെ വിഷമം മാറ്റി തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറിയെന്നല്ല, എനിക്ക് ഈ ശബ്ദമൊക്കെ ഇപ്പം ഇത്രയും വരെ കേട്ടിട്ട് എനിക്ക് 1 മണിക്കൂർ കസേരയിൽ ഇരിക്കത്തില്ല. പള്ളിയിലൊക്കെ പോയാലും എനിക്കിപ്പോൾ ഇത്രയും സമയം ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് ആ തലയ്ക്കകത്ത് ആ കരിങ്കല്ല് ഇളകിയിട്ടില്ല. എനിക്ക് അതുപോലെ ഞാൻ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നു. കർത്താവിന് സാക്ഷിയായിട്ട് ജീവിച്ചിരിക്കും. ഇപ്പൊ തുടങ്ങിയല്ലോ, ഇതേണ്ട സാക്ഷ്യം പറയാൻ തുടങ്ങി കഴിഞ്ഞു. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കർത്താവേ, ആന്റിക്കായി സ്തോത്രം. ഈ സഹോദരിയുടെ മുട്ടിന് ഭയങ്കര വേദനയായിട്ട് ബാൻഡേജ് ചെയ്തുകൊണ്ട് വന്നതാണ്. ഇപ്പം ബാൻഡേജ് എല്ലാം എടുത്തു, അത്ഭുത സൗഖ്യം നടന്നിരിക്കും. ബാൻഡേജ് കെട്ടിക്കൊണ്ടാണോ വന്നേ? അതെ. ഏതായാലും ഞാനിവിടെ വന്നിരുന്ന സമയം കൊണ്ട് എൻ്റെ കാലിൻ്റെ വേദന ദൈവം മാറ്റി തന്നു. എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, എല്ലാവരും സാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നുള്ളൂ, അതുവരെ ഇവിടെ നിൽക്കാനുള്ള ഒരു സമയം എനിക്ക് ദൈവം തരണമെന്ന്. അങ്ങനെ നിൽക്കാൻ മേല. അതുകൊണ്ടാ ഒടുവിൽ വന്ന സാക്ഷ്യം പറയുന്നു. കുറെ നേരം ഒന്ന് നിന്ന് നോക്കിയിട്ടേ ഉള്ളൂ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് കുറഞ്ഞു. എത്ര നാളായിട്ട് ഇതുണ്ടായിരുന്നു? ഒത്തിരി നാളായി തുടങ്ങിയിട്ട്. ഞാൻ എന്നും ബാൻഡേജ് മുറുക്കി വെച്ചാ പണിക്ക് പോന്നു. ബാൻഡേജ് ഇപ്പൊ കയ്യിലുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. മകളുടെ ഊരി കൊടുത്തു. മേടിച്ചോണ്ടോ മകള് ബാൻഡേജുമായിട്ട് വന്നേ. ഇതാരാ? ഇത് മോളാണോ? ഇത് ചുറ്റിക്കൊണ്ടാണ് വന്നത്. വർഷങ്ങളായിട്ട് ഇത് ചുറ്റി നടക്കുകയാണ്. എന്നാൽ ഇന്ന് ആ മകളുടെ മേലൊരു ദൈവശക്തി വ്യാപരിച്ചു. അത്ഭുത സൗഖ്യമായി. നമുക്ക് കരമടിച്ചു എന്ന് കർത്താവിനെ സ്തുതിക്കാം. ഊരി മോടെ തന്നതാണോ? ഊരി വെച്ചിട്ടെങ്കിൽ പോരുന്ന പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ലായിരുന്നു. അതാണ് ഏറ്റവും ആദ്യം പറയേണ്ടത്. എനിക്കിപ്പം വളരെ ഇഷ്ടമായി. ഇനി ഞാൻ എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ വരും. യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നാളുകളായി, വർഷങ്ങളായിട്ട് എൻ്റെ വാരിയലിന് താഴെ വേദന അനുഭവിക്കുകയായിരുന്നു. ഒരുപാട് വേദന, അതിഭയങ്കരമായ വേദനയില്ല, ഇങ്ങനെ കൊളുത്തി പിടിക്കുന്ന വേദനയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പ്രോഗ്രാം നടക്കുമ്പോൾ, റിപ്പോർട്ടർ ചാനൽ എപ്പോഴും പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ തോമസ് ബ്രദർ ഇങ്ങനെ പ്രോഗ്രാം നടത്തിക്കുമ്പോഴത്തേനും ഇങ്ങനെ പ്രാർത്ഥിച്ചു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വാരിയലിൻ്റെ താഴ്വശം വേദന അനുഭവിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സൗഖ്യമാക്കിയെന്ന് പറയും. ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ സംഭവിച്ചത്, എൻ്റെ ദേഹത്തൊരു തീ കോരിയിടുന്ന ഒരു അനുഭവം ഉണ്ടായി. ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നിമിഷം തന്നെ എനിക്ക് തീക്കകത്ത് നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ വേദന അപ്പാടെ സൗഖ്യമായി. ഞാൻ അന്നേരം എൻ്റെ ഭാര്യയുടെ അടുത്ത് അടുക്കളയിലായിരുന്നു. ഓടിച്ചെന്ന് പറഞ്ഞു, കർത്താവ് എന്നെ തൊട്ടു, നീ അറിഞ്ഞോ ചോദിച്ചു. കർത്താവ് വേണ്ട അത് വേദന പൂർണ്ണമായി സൗഖ്യമാക്കുന്നു. സൗഖ്യമായിട്ട് എത്ര നാളായി? സൗഖ്യമാക്കിയിട്ട് ഇപ്പോൾ 2 മാസം കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല. 6-7 വർഷമായിട്ടുണ്ടായിരുന്നു. ഇതിന് സ്കാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഡോക്ടറെ കണ്ടിട്ടുണ്ട്. അവരൊക്കെ നോക്കിയിട്ട് ഇതിനകത്ത് കുഴപ്പമില്ലെന്നാണ് കണ്ടത്. പക്ഷേ എനിക്ക് വേദന പോയിട്ടില്ലായിരുന്നു. വേദന ഉണ്ടായിരുന്നു.
അതിൻ്റെ റിസൾട്ട് എല്ലാം ഉണ്ട്, ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തു എല്ലാം ഉണ്ട്. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഒരു വേദനയില്ല ഇവിടെ. കരമടിച്ചു നമുക്ക് കർത്താവിനെ സ്തുതി. ഈ അമ്മച്ചിയുടെ 2 സാക്ഷ്യമാണ്. 2 വർഷം മുമ്പ് അമ്മച്ചിയുടെ മോളുടെ മൂക്കിൽ നിന്നും രക്തം നിരന്തരമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദശ വളർന്നിട്ട് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു TV പ്രോഗ്രാമിൽ അമ്മച്ചി ഇന്നും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. തോമസ് 2 പ്രാവശ്യം വിളിച്ചു ഈ കാര്യം പറഞ്ഞു. അതിനുശേഷം ഒരു ദിവസം TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോമസ് TV-യിലൂടെ ഇങ്ങനെ പറഞ്ഞു, മൂക്കിലൂടെ രക്തം ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി വിശ്വാസത്തോടെ മോൾക്ക് വേണ്ടി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച നിമിഷം വലിയൊരു തരിപ്പ് പോലെ അമ്മച്ചിയുടെ ശരീരം മുഴുവൻ അങ്ങ് ഇറങ്ങി വന്നു. അമ്മച്ചിയുടെ ശരീരത്തിൽ അമ്മച്ചി അത് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. തോമസിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് ആ നിമിഷം തന്നെ ആ മൂക്കിൻ്റെ പ്രോബ്ലം, മോളുടെ പ്രോബ്ലം പൂർണ്ണ സൗഖ്യം ആ ദിവസം തന്നെ. പിറ്റേന്ന് മെഡിക്കൽ കോളേജിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെ ഒരു അസുഖത്തിൻ്റെ ഒരു ട്രേസ് പോലും ഇല്ലാതെ പൂർണ്ണ സൗഖ്യം യേശു കൊടുത്തു. 4 പോയി ചെക്ക് ചെയ്തോ? ചെക്ക് ചെയ്തു. 4 പ്രാവശ്യം 4000 രൂപ വീതം കൊടുത്ത് സ്കാൻ ചെയ്തു. പിന്നെ അതിന് മുമ്പ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു. ഏതൊക്കെയാണ് ഈ 4ാമത്തെ പ്രാവശ്യം പോയപ്പോൾ ഞാൻ ശക്തമായിട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. വന്നപ്പോൾ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഒരു കണ്ണിന് കണ്ണാടി വെച്ചാൽ മതി, ഒരു ശകലം മൂടൽ പോലെ ഉണ്ടെന്ന്, വേറെ കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. കൂടാതെ മിനിഞ്ഞാന്ന് ഒരു സൗഖ്യം കൂടെ ഉണ്ടായി. മിനിഞ്ഞാന്ന് അമ്മച്ചിയുടെ മുട്ടിന് ഭയങ്കര വേദനയാണ്. ഇവിടെ മുതൽ വേദനയാണ്. വേദന എന്ന് എനിക്ക് കാലിങ്ങനെ ഞാൻ വലിച്ചാൽ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ തോമസ് കുട്ടി ബ്രദർ TV-ക്കകത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കട്ടിലെ കാല് നീട്ടി വെച്ച് പ്രാർത്ഥിച്ചു. ആ വേദനയുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കും. ആ സമയത്ത് പ്രാർത്ഥിച്ചു. എൻ്റെ കാലിന് ശകലമില്ല, ഇപ്പോൾ ഒരുമാതിരി കടലാസ് പോലെ കാലിൻ്റെ വെയിറ്റ് ഉള്ളൂ. അമ്മച്ചി പറഞ്ഞെന്നറിയോ, കാലയിൽ വേദനയും ഭയങ്കര ഭാരമായിരുന്നു. പ്രാർത്ഥിച്ച നിമിഷം തന്നെ ഒരു വെയിറ്റ് ഈ കാലിൽ നിന്ന് ലൂസായി പോയിട്ട് കടലാസ് പോലെ കാലങ്ങായി, വേദന മാറി, പൂർണ്ണ സൗഖ്യം. കടലാസ് പോലെ അത്രയും കനമേ ഉള്ളൂ കാലിനിപ്പം. അമ്മച്ചിയുടെ കാലിനിപ്പം കടലാസിന്റെ കനേ ഉള്ളൂ. ഭയങ്കര വെയിറ്റാണ്. കാലിങ്ങനെ വെച്ച് നടക്കാൻ എനിക്ക് പറ്റത്തില്ല, മുട്ട് മടക്കാനോ പറ്റത്തില്ലായിരുന്നു. എത്ര നാളായിട്ട് ഉണ്ടായിരുന്നു? ഒരു 5-6 മാസമായിട്ട് ഇതിങ്ങനെ ഉണ്ടായിരുന്നു. മുട്ട് മടക്കാൻ പറ്റില്ല. മുട്ട് മടങ്ങും എല്ലാം ചെയ്യും, ഒരു കുഴപ്പമില്ല, വേദനയില്ല. എത്ര നാൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയാൽ വിടുതൽ ഒരു പക്ഷെ കിട്ടാത്ത ഈ വിഷയം കർത്താവിൻ്റെ കരം തൊട്ട ആ നിമിഷ സൗഖ്യം. കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ തലമുറയോ നശിക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് എത്ര സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. പ്രിയമുള്ളവരെ, കർത്താവിനൊരു മുഖപക്ഷവുമില്ല. നിങ്ങൾ കണ്ട ആ വ്യക്തിയെ കർത്താവ് ഒരു നിമിഷം കൊണ്ട് സൗഖ്യമാക്കിയെങ്കിൽ നമ്മയും കർത്താവ് വിടുവിക്കും, നമ്മയും കർത്താവ് സൗഖ്യമാക്കും. നമുക്കൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഞങ്ങൾ അവിടുത്തെ കാൽവറിയിലെ മരണത്തെ ഞങ്ങൾ വിശ്വസിക്കുക. അവിടുന്ന് എൻ്റെ സകല വിടുതലിനും വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി കാൽവറിയിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുക. അവിടുത്തെ അടിപ്പിണരുകളാൽ ഇന്നും സൗഖ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ശാരീരികമായി പ്രയാസത്തോടെ കാണുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരത്തിലെ എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ശരീരം മുഴുവനും നീരോടെ കേൾക്കുന്ന വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ നീര് മാറിപ്പോകട്ടെ. ആ വ്രണങ്ങൾ സൗഖ്യമാകട്ടെ. ആ ലിവറുകൾ ഇപ്പോൾ തന്നെ പുതുതായി സൃഷ്ടിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം ഓരോരുത്തരും തുടരണം. ഇൻഫെക്ഷനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, സാമ്പത്തികമായും പലവിധമായ പ്രയാസങ്ങളും അനുഭവിച്ച് നിരാശയോടെ ഞങ്ങളെ കേൾക്കുന്നവരുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും വിടുതൽ വരട്ടെ. ഇവരുടെ ഭവനത്തിൽ കർത്താവിൻ്റെ മുഖത്തെ പ്രകാശം വ്യാപരിക്കട്ടെ. അന്ധതയെല്ലാം മാറട്ടെ, അന്ധകാരം മാറട്ടെ. വഴികളും വാതിലുകളും ഇവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കരം ഓരോ മക്കളെയും ഇപ്പോൾ തന്നെ തൊടുന്നതിനായി സ്തോത്രം. അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി. അപ്പോൾ തന്നെ ഹൃദയത്തിൽ സമാധാനവും സ്വസ്ഥതയും ഉള്ളപ്പോൾ തന്നെ നിത്യജീവനെക്കുറിച്ചുള്ള ആ ബോധ്യവും ഓരോ ഉള്ളകളിലും ഉണ്ടാകട്ടെ. അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങളും കാണുന്ന സാക്ഷ്യങ്ങളും നമ്മുടെ ആത്മീയ ജീവിതത്തിന് വലിയ പ്രചോദനമായി തീരുവാനിടയാകട്ടെ. ഗോഡ് ബ്ലസ് യു.